തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി ഈ തല്ലിപ്പൊള്ളി വണ്ടി നമസ്കാരം. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ആകാശമാർഗം വന്ന് അയ്യപ്പനെ തൊഴുത തിരിച്ചുപോയി. പക്ഷേ അതിനുശേഷം എയറിൽ നിന്നും ഇറങ്ങാൻ കഴിയാതെ തമോഗർത്തത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു MLA ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇത് ഉയർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു വെക്കുക, ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത്? ഓരോരോ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കും. രാഷ്ട്രപതി വന്ന ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താണുപോയി, ഭയങ്കര സുരക്ഷാ പിഴവ് സംഭവിച്ചു. അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഭയമാണ് നമ്മെ വേട്ടയാടിയത്. പക്ഷേ CPM നേതാക്കൾ ഏത് അപകടകരമായ അവസ്ഥകളെയും ആശങ്കകളെയും നിഷ്പ്രയാസം തന്നെ തരണം ചെയ്യുന്നവരാണ്. നമ്മുടെ ഭയാശങ്കകളെ അവർ ഇല്ലാതാക്കും. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന ആപ്തവാക്യം തന്നെ അവരുടേതാണ്. മലയിടിഞ്ഞു വന്നാൽ പോലും അതാണ് നയം. മേൽപോട്ട് പൊങ്ങുന്ന ഒരു സാധനത്തിൻ്റെ ടയറ് കോൺക്രീറ്റിലോ ചെളിയിലോ പുതഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരു പുല്ലുമില്ല. മുകളിലെ ഫാൻ കറങ്ങും, അതങ്ങ് പൊങ്ങിക്കൊള്ളും. ഇങ്ങനെ ആകാശത്തുകൂടി പോകുന്ന സാധനത്തിന് എന്തിനാണ് ടയർ എന്നൊരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ഇവിടെയാണ് ഉദിക്കുന്നത്. ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലെ നവീനമായ മുന്നേറ്റം തുടങ്ങുന്നത് ഗലീലിയോ എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ്റെ സംഭാവനയോടുകൂടിയാണ്. എങ്കിലും കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ ഗുരുത്വമില്ലാത്ത ആകർഷണ സിദ്ധാന്തം കണ്ടുപിടിക്കുന്നവരാണ്. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ പതിച്ചപ്പോഴാണ് പുള്ളി ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന് അടിത്തറ പാകിയത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തലയിൽ ഒന്നുമില്ലാത്ത തരത്തിൽ ചില സിദ്ധാന്തങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കും. ഒന്നാലോചിച്ചാൽ ഈ ജനീഷ് കുമാർ പറഞ്ഞതിൽ എന്താണൊരു തെറ്റ്? സ്ഥലകാലത്തിൻ്റെ വക്രതയാണ് ഗുരുത്വാകർഷണത്തിന് കാരണമെന്നതുപോലെ കോന്നി മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് വസ്തു താണാലും അതിന് മുകളിലേക്ക് തനിയെ ഉയരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് MLAയുടെ ഒരു ഇച്ഛാശക്തിയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിന് ലഭിച്ച ഒരു ഭാഗ്യമാണത്. ചവിട്ടിയാൽ പുതയാറുണ്ടെങ്കിലും മുകളിലേക്ക് കുതിക്കുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സവുമില്ല. ഇത്രയും ഒരു യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പേരിൽ ഈ ജനീഷിനെ ഏതെല്ലാം രീതിയിലാണ് സംഘികളും കൊങ്ങികളും മനോരമയിലെ കുഞ്ചുകുറുപ്പ് വരെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. ടീച്ചറമ്മ ഉറങ്ങുന്നില്ല സാർ, ഉറങ്ങുന്നില്ല എന്ന വിശ്വവിഖ്യാതമായ സഭാപ്രസംഗത്തിന് ശേഷം ജനീഷ് കുമാർ അവതരിപ്പിക്കുന്ന പുതിയ കഥാപ്രസംഗത്തിൻ്റെ പേരാണ് ഹെലികോപ്റ്റർ താണിട്ടില്ല സാർ, താണിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ, ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ തള്ളാൻ ശേഷിയുള്ള മനുഷ്യരുണ്ടോ? പല തള്ളലുകളും മന്ത്രിമാരും സഖാക്കളും നടത്താറുണ്ടെങ്കിലും ഹെലികോപ്റ്റർ തള്ളുന്ന വിദ്യ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. ക്യാമറയിൽ ഈ രംഗങ്ങൾ പതിഞ്ഞില്ലായിരുന്നെങ്കിൽ നാളെ DYFI നേതാക്കന്മാരുടെ പടം സഹിതം പോസ്റ്റുകൾ വന്നേനെ. മോദിയുടെ ടയർ പഞ്ചറായ പഴഞ്ചൻ ഹെലികോപ്റ്റർ DYFI സഖാക്കൾ ചേർന്ന് തള്ളിക്കരയ്ക്കു കയറ്റി. അതിന് നേതൃത്വം നൽകിയ ജനീഷ് കുമാറിന് അഭിവാദ്യങ്ങൾ. ഹെലികോപ്റ്റർ താഴ്ന്നതായി MLA കൊണ്ടോ സഖാക്കളെ കൊണ്ടോ ഒന്ന് സമ്മതിപ്പിക്കാമോ? ഒരു വ്യോമയാന വിദഗ്ധനെ പോലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന MLA ഓർത്ത് അഭിമാനിച്ചു വരുമ്പോഴാണ് നാക്കിൽ നിന്നും ഗുളികൻ ചാടിയ പോലത്തെ ഒരു പോഴത്തം വീണുപോയത്. കൃത്യമായി വരച്ചിട്ട എച്ചിൽ നിർത്താത്ത പൈലറ്റാണ് കുഴപ്പക്കാരൻ. എച്ചിൽ നിർത്തണമെങ്കിൽ പുതഞ്ഞ സാധനം ഉരുളണ്ടേ ജനീഷ് കുമാറെ? ഭാഗ്യത്തിന് തള്ളാൻ ശേഷിയുള്ള നമ്മുടെ സഖാക്കൾ പോലീസ് വേഷത്തിൽ അവിടെ ഉണ്ടായിരുന്നത് വലിയ കാര്യമായി. അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൻ്റെ സ്മാരകമായി ആ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ ഉറച്ചു പോകുമായിരുന്നു. ആ വകയിലും ജനീഷ് കുമാറിന് അഭിമാനിക്കാമായിരുന്നു. ശരിക്കും കോൺക്രീറ്റിൻ്റെ ഒരു കുഴപ്പമല്ലിത്. അടൂർ പ്രകാശിൻ്റെ കാലത്ത് ഉറപ്പില്ലാത്ത തരത്തിൽ സ്റ്റേഡിയം ഉണ്ടാക്കിയതാണ് കാരണം. ആനയിറങ്ങുന്ന ആനകുത്തിയിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി മനുഷ്യനെ ചുറ്റിച്ച പുള്ളിയാണ് അടൂർ പ്രകാശ്. അതൊന്ന് പൊക്കിക്കൊണ്ടുവരാൻ ജനീഷ് കുമാർ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചുവെന്ന് നമുക്കേ അറിയൂ. ഏതോ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമാണത്ത് വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങി എന്ന മട്ടിലാണ് MLAയുടെ വിശദീകരണം. കാരണഭൂതനെങ്ങാനുമാണ് ഇവിടെ വന്ന് തള്ളുന്ന അവസ്ഥ വന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഈ നാടിൻ്റെ അവസ്ഥ? കാറ്റായും ഗരുഡനായും ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളതിനാൽ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ജനീഷ് പറഞ്ഞ ഈ പൊടി എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും അറിയില്ല. MLAയുടെ വിശദീകരണത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർക്കായി ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങ് മുകളിലോട്ട് പൊങ്ങുന്നതാണ് ഹെലികോപ്റ്റർ, അങ്ങ് താഴോട്ട് പോകുന്നത് അന്തർവാഹിനി. തെറ്റിപ്പോകരുത്. അന്ന് വനം വകുപ്പുകാരെ വിരട്ടിയപ്പോൾ ഒരു ഹീറോ പരിവേഷമൊക്കെ ഉണ്ടായിരുന്നു MLAക്ക്. ഇന്നിപ്പോൾ ലുട്ടാപ്പിയേക്കാൾ വേഗത്തിൽ ഞങ്ങളുടെ MLA എയറിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. റെഡ് അലർട്ട് ആണെങ്കിൽ പോലും 2 ദിവസമെങ്കിലും ആകാശത്ത് തങ്ങാനാണ് പദ്ധതി.
ഒരു കാര്യം ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ MLA, ആകാശത്തുകൂടെ പോകുന്നതെല്ലാം എന്തിനാണ് ഇങ്ങനെ തോട്ടി വെച്ച് പിടിക്കുന്നത്? രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചുമതലയെല്ലാം അവരുടെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം. അവർ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു ഹെലിപ്പാഡ് ഉണ്ടാക്കി. തോരാതെ പെയ്ത മഴ കാരണം അത് ഉറച്ചില്ല. ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താണു. അത് നമ്മൾ തള്ളിക്കയറ്റി. പക്ഷേ വേണ്ടാത്തതിലെല്ലാം കയറി ഞാന്ന് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലൂടെ അല്ലയോ പോകുന്നത് എന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ ഇറങ്ങേണ്ട വല്ല കാര്യവുമുണ്ടോ? മരുമകൻ്റെ ദേശീയപാതയിലെ തള്ളുപോലെയായല്ലോ കാര്യങ്ങൾ. വലിയൊരു ഭാഗ്യമുള്ളത് എന്ത് ക്യാപ്സൂൾ നേതാക്കൾ നൽകിയാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അണികളാണ് നിങ്ങളുടെ ഒരു മഹാഭാഗ്യം. നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമാണ് അവിടെ ചെന്ന് നോക്കിക്കോ എന്ന് പറയുന്നത് കേട്ടു മാധ്യമപ്രവർത്തകരോട്. ക്യാമറകൾ പകർത്തിയ ദൃശ്യത്തിൽ ചെളിയിൽ ആന ചവിട്ടിയതുപോലെ കാണാം. എന്തായാലും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കുഴിയിൽ നിന്നും തള്ളിക്കയറ്റിയ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ കോന്നിയാണത്. ആറന്മുള മണ്ഡലത്തിലെങ്ങാനമായിരിക്കണം ഇതുപോലെ ഒന്ന് പൊതയുന്നത്. സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞ് വീണ ജോർജ് കരഞ്ഞേനെ. ആ പൈലറ്റിന് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നുവെന്നും വീണ ജോർജ് പറയും. ജനീഷിൻ്റെ അത്ര ഗുരുത്വാകർഷണ സിദ്ധാന്തമൊന്നും പാവം വീണ ജോർജിന് അറിയുകയേയില്ല.